നമസ്കാരം. ചില കാര്യങ്ങൾ കാണുമ്പോൾ അറിയാതെ നമ്മൾ പ്രതികരിച്ചു പോകും. ഇന്നലെ ജിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ എന്ന ആഭാസത്തരം നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിയാത്രക്കാരെയും വാഹനയാത്രക്കാരെയും ഒക്കെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ മുതിരുകയും ഒക്കെ ചെയ്തു. അതിലേറ്റവും വേദനയുണ്ടാക്കിയ ഒരു സംഭവം, ക്യാൻസർ രോഗിയായ തൻ്റെ ഭർത്താവുമായി ആശുപത്രിയിലേക്ക് പോകാൻ വരുന്ന ഒരു സ്ത്രീയെ CSDS എന്ന് പറയുന്ന ഒരു ദളിത് സംഘടനയുടെ നേതാവ് അജിമോൻ ചാലക്കാരി എന്നാണ് അവൻ്റെ പേര്, തടയുന്ന ഒരു രംഗമാണ്. ആ സ്ത്രീ വളരെ നിസ്സഹായയായി അയാളോട് കടത്തിവിടാൻ യാചിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കണ്ടു കാണും. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പോലും നിസ്സംഗരായി നിൽക്കുകയാണ് ചെയ്തത്. ഇയാളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ഇയാളെ കൊണ്ടുപോകേണ്ടതായിരുന്നു. പക്ഷേ പോലീസുകാർ അനുനയിപ്പിച്ച് പോലീസ് വാഹനത്തിലാണ് ഈ രോഗിയെയും ഈ സ്ത്രീയെയും ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ ഹർത്താൽ എന്ന പേരിൽ എന്ത് ആഭാസത്തരവും നടത്താം എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇന്നലെ അവർ നടത്തിയത്. ഇനി എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ ഉണ്ടായാൽ തന്നെ അതിലൂടെ ഹർത്താൽ നടത്തുകയും കാര്യങ്ങൾ നേടിയെടുക്കുകയും തങ്ങളെ മറ്റുള്ളവർക്ക് ഒരു ഭയം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഈ അജിമോൻ ചാലക്കാരി എന്ന് പറയുന്നവൻ ഇന്നലെ ആ ക്യാൻസർ പേഷ്യൻറ്റിനെയും അവരുടെ ഭർത്താവിനെയും തടഞ്ഞു നിർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം വളരെ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള അമർഷമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനെ അനുകൂലിച്ച ചിലരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ദളിത് സംഘടനയിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ദളിത് സംഘടന അനുകൂല ആൾക്കാരാണ്. അവരൊക്കെയാണ് അതിനെ അനുകൂലിച്ചത്. പക്ഷേ കൂടുതൽ പേരും ഇയാൾക്കെതിരെ വലിയ രോക്ഷമാണ് പ്രകടിപ്പിച്ചത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ അജിമോനെതിരെ വളരെ വ്യാപകമായിട്ടുള്ള അമർഷം ഉയർന്നതിനു ശേഷം പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് തിരുവല്ല കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് ജയിലിലേക്ക് സുഖവാസത്തിന് അയച്ചിരിക്കുകയാണ് കോടതി. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഹർത്താൽ നടത്തുന്നത് അവിടെ നിൽക്കട്ടെ, അതുപോലെ അല്ല ഇതുപോലെയുള്ള ഒരു സംഘടന. എന്തിനാണ് സംഘടന ഹർത്താൽ നടത്തിയത് എന്ന് ചോദിച്ചാൽ അവർക്കും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമില്ല. ജിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഇത് ആദ്യത്തെ സംഭവമല്ല. പല ജാതിയിലും മതത്തിലും പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവിടെ ജിതിൻ രാജിന് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. ജാതി അധിക്ഷേപമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അവിടെ റാം എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഒളിവിലാണ്. അയാൾക്കെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കീഴടങ്ങാതിരിക്കാൻ കഴിയില്ല. മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയിൽ പോയാലും ഇത്രയും വിവാദമായ സ്ഥിതിക്ക് അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. അവിടെ സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന മറ്റൊരു അധ്യാപികയ്ക്കെതിരെയും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. അവർ ദിവസങ്ങളോളം ഒളിവിലായിരുന്നു. അവരെക്കുറിച്ച് ഒരു കുട്ടി പോലും മോശമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കോടതി ഇന്നലെ അവർക്ക് ജാമ്യം നൽകി. ആ ടീച്ചറുടെ, ആ അധ്യാപികയുടെ നമ്പർ അവരറിയാതെ റെഫറൻസ് നമ്പറായി കൊടുത്തിട്ടാണ് ഈ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ജിതിൻ രാജ് എന്ന വിദ്യാർത്ഥി ലോൺ ആപ്പുകാരിൽ നിന്ന് ലോൺ എടുത്തത്. അയാളത് തിരിച്ചടച്ചില്ല. തൻ്റെ നമ്പർ താൻ അറിയാതെ കൊടുത്ത് ലോൺ എടുക്കുകയും അത് തിരിച്ചടയ്ക്കാതെ വരികയും ചെയ്തപ്പോൾ ലോൺ ആപ്പുകാർ തന്നെ വിളിച്ചപ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു അമർഷമാണ് അവരവിടെ പ്രകടിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാർത്ഥി അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അയാൾക്ക് എത്രയോ റെഫറൻസ് നമ്പറുകൾ വേറെയുണ്ട്. അയാളുടെ സഹോദരി ഭർത്താവിൻ്റെ നമ്പർ ഇപ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ദളിത് സംഘടനാ നേതാക്കളുണ്ടല്ലോ, സമുദായ നേതാക്കളുണ്ടല്ലോ. അവരുടെ ആരുടെയെങ്കിലും ഒക്കെ നമ്പറുകൾ കൊടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇതൊന്നും അറിയാത്ത ഒരു ടീച്ചറുടെ നമ്പർ മാത്രം കൊടുത്തു? അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തിൻ്റെ പിന്നിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ആ നിയമ സംവിധാനത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. എല്ലാവരും ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കാൻ നോക്കിയാൽ സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാകും. ഇവിടെ ദളിത് സംഘടനകൾ എന്നാണ് പറയുന്നത്. CSDS എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നോക്കാനും പോയിട്ടില്ല. ആകെ അറിയാവുന്നത് ദളിത് സംഘടന KPMS ആണ്, കേരള പുലയ മഹാസഭ എന്ന് അറിയാം. അല്ലാതെ ഞാൻ മറ്റൊന്നും നോക്കാൻ പോയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർ 17 ദളിത് സംഘടനകൾ എന്തോ ഇത്തരത്തിൽ ഇന്നലെ ഹർത്താലിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് വാർത്തകളിലൊക്കെ കണ്ടത്. എന്തിനാണ് ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങളൊക്കെ നടത്തുന്നത്? അത് മാത്രമല്ല, ഇന്നലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദിക്കുകയാണ്, തടഞ്ഞു നിർത്തി അയാളെ മർദ്ദിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണ്? ഞങ്ങളെയൊക്കെ ഭയപ്പെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ തന്നെ അവരെ ഭയപ്പെട്ടാണ് പലരും ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു വാക്കുതർക്കം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി വിരോധമുണ്ടെങ്കിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് അവർ കേസ് കൊടുക്കും. ഈ മറ്റുള്ള ആൾക്കാരെ പിടിച്ച് അകത്തിടും. അവിടെയാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു പ്രമുഖനായ MLA, അയാൾ 2, 3, 4 പേർക്കെതിരെ ഇത്തരത്തിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസ് കൊടുത്തിട്ടുണ്ട്. അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ 2 SC/ST അട്രോസിറ്റീസ് കേസിലെ പ്രതിയാണ്.
ഇതൊന്നും നമ്മൾ അറിയാതെ ചെയ്ത കാര്യമാണ്. മറുഭാഗത്തുള്ള ആളുടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഞങ്ങളൊന്നും ആൾക്കാരോട് സഹകരിച്ചിരുന്നത് മുമ്പ്. ഇപ്പോഴുള്ള കാര്യം അങ്ങനെയല്ല. കാരണം ഭയം, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതം. അതായത് മൂന്നാമതൊരു SC/ST അട്രോസിറ്റീസ് കേസിൽ കൂടി ഉൾപ്പെട്ടാൽ ഇനി ജാമ്യം പോലും ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വളരെ ജാഗരൂകനായിട്ടാണ് ഇപ്പോഴുള്ള പോക്ക്. എന്തായാലും കോടതിയുടെ ഇന്നലത്തെ ഇടപെടൽ വളരെ അഭിനന്ദനാർഹമാണ്, സാധാരണക്കാർക്ക് പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ കേസെടുക്കാനാണ് ഇന്നലെ കോടതി ഉത്തരവിട്ടത്. കുറച്ചു മുമ്പ് ഒരു ദൃശ്യം പുറത്തു വന്നു. ഒരുത്തൻ പാലാ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുകയാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കവാടത്തിൽ തന്നെ, അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സ്റ്റെപ്പിനടുത്ത് തന്നെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അയാൾ സുരേഷ് എന്താണ് അവൻ്റെ പേരെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ CSDS എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരെ ഇന്നലെ ഈ സമരവുമായി ബന്ധപ്പെട്ട്, ഹർത്താലുമായി ബന്ധപ്പെട്ട് നടത്തിയ അക്രമ സംഭവങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ടുവന്ന് അതിനകത്തേക്ക് അവർ സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവന്നു. അതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇദ്ദേഹം അവിടെ വന്ന് നിന്നത്. അവരെ ഇറക്കി വിട്ടില്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അവരെ ഇറക്കി വിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലം പോലീസുകാർ അനുഭവിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവനെ പൊക്കി അകത്തിടേണ്ടതാണ് ആ സമയത്ത്. കാരണം ദളിതനാണ് എന്ന് കരുതി എന്തും ചെയ്യാം. അവരൊക്കെ നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയാൽ പോലും അത് വടിച്ചു കളഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെ ആരും ദളിതരായി കാണുന്നില്ല. ആരും ദളിതരെന്നുള്ള വാക്ക് പറയുന്നില്ല. ഇവിടെ ആകെ ദളിതരെന്നുള്ള വാക്ക് പറയുന്നത് CPMകാരും ഈ സണ്ണി കപ്പിക്കാടും ശ്യാംകുമാറും മാത്രമാണ്. പിന്നെ കുറേ ദളിത് ആക്ടിവിസ്റ്റുകളുണ്ടല്ലോ, വേറെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന, അന്തിച്ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന കുറേ ദളിത് ആക്ടിവിസ്റ്റുകൾ. ഇവരൊക്കെയാണ് ദളിത് എന്നുള്ള ഒരു വാക്ക് പറയുന്നത്. ഞങ്ങൾ ആരും പറയുന്നില്ല. ഞങ്ങളൊക്കെ മനുഷ്യരായി കാണുന്നവരാണ്. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഉത്തരവാദികൾ ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്. എന്തായാലും കോടതിയുടെ ഇടപെടൽ ഉണ്ടായതോടുകൂടി, പോലീസ് പലരെയും അറസ്റ്റ് ചെയ്തതോടുകൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലരും ഇപ്പോൾ ഭയന്നിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. സണ്ണി കപ്പിക്കാടൊക്കെ വന്നിരുന്ന് വലിയ രീതിയിൽ ഗീർവണം അടിക്കുന്നുണ്ട്. പക്ഷേ മുഖത്ത് ഭയം ദൃശ്യമാണ്. എന്തായാലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവിടെ ജാതിയോ മതമോ ഒന്നുമല്ല വിഷയം. എല്ലാവരും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിയമം കയ്യിലെടുക്കാനും ഇത്തരത്തിൽ ഹർത്താലുകൾ നടത്താനും പോയാൽ 365 ദിവസത്തിൽ 300 ദിവസവും ഇത്തരത്തിലുള്ള ഹർത്താൽ നടത്തുമെന്ന് മാത്രമേ സമയം ഉണ്ടാകൂ. ഇതെല്ലാം അനുഭവിക്കേണ്ടത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ്, ജോലിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരാണ്. ഇത് മുളയിലേ നുള്ളണം. അത് കോടതി എന്തായാലും ചെയ്തു കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു ക്യാൻസർ രോഗിയോട് പോലും ദയവ് കാണിക്കാത്ത അജിമോൻ ചാലക്കാരി എന്ന CSDS നേതാവ് ഇപ്പോൾ ജയിലിലാണ്. ഇനി എന്തായാലും ഹർത്താലിന് ആഹ്വാനം ചെയ്യുമ്പോഴോ പൊതുജനങ്ങളെയും വാഹനങ്ങളെയും തടയുമ്പോഴോ 2 വട്ടമല്ല 100 വട്ടം ആലോചിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.